മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. സമ്മിശ്ര കൃഷിയിൽ ഒരു നവതാരോദയം. അതിരാവിലെ ഉണരുകയും വൈകി ഉറങ്ങുകയും ചെയ്യുന്നവർക്ക് ആരോഗ്യവും ആയുസ്സും ഏറും. എന്നാൽ വെറുതെ ഉറക്കം വിളിച്ചിട്ട് കാര്യവുമില്ല. ഉണരുക എന്നാൽ കർമ്മനിരതരാവുക എന്നാണല്ലോ. എറണാകുളം കാക്കനാട് തുത്തിയൂരിലെ ചക്കാലയ്ക്കൽ പോൾ മാത്യുവിന്റെ കുടുംബരഹസ്യങ്ങളിലേക്കൊരു എത്തിനോട്ടമാവാം ഇന്നത്തെ നൂറുമേനി. ഫോട്ടോഗ്രാഫിയിൽ സ്റ്റേറ്റ് അവാർഡ് ജേതാവായ പോൾ മാത്യു ഒരു സ്റ്റുഡിയോ നടത്തിവരവെയാണ് മണ്ണിലേക്കൊരു ചുവടുവെച്ചത്. കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ ജസ്റ്റി പോളും മകൻ ജെറിൻ പോളും മകന്റെ ഭാര്യ അശ്വിനും. 1.5 ഏക്കർ ഭൂമിയിൽ സമ്മിശ്ര കൃഷിരീതിയിലൂടെ പടുത്തുയർത്തുന്ന ഒരു സ്വപ്ന സാമ്രാജ്യം. പ്രധാനം പശു വളർത്തൽ. പുലർച്ചെ 1:30 മണിയാകുമ്പോൾ പോൾ മാത്യു കുടുംബത്തിന്റെ ദിനചര്യ ആരംഭിക്കുകയായി. പശുക്കളെ കുളിപ്പിക്കുക, തൊഴുത്ത് വൃത്തിയാക്കുക എന്നിങ്ങനെ. രാവിലെ 2 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും കറവ ആരംഭിക്കും. പ്രഭാതം പൊട്ടിവിടരുന്നത് മാനത്തല്ല, പോൾ മാത്യുവിന്റെ തൊഴുത്തിലാണ്. 2005 ആരംഭിച്ച ഈ പശു വളർത്തൽ സംരംഭത്തിൽ ഇപ്പോൾ 36 കറവപ്പശുക്കൾ, HF ജേഴ്സി ഇനങ്ങൾ. ദിനം പ്രതി 420 ലിറ്റർ പാൽ. കേരള സർക്കാർ ക്ഷീരവകുപ്പ് ഇടപ്പള്ളി ബ്ലോക്കിന്റെ MSDP പദ്ധതി പ്രകാരമാണ് തൊഴുത്ത് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ തൊഴുത്ത്. നിലത്ത് റബ്ബർ ഷീറ്റ് വിരിച്ച് വൃത്തിയും വെടിപ്പും ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഗോമൂത്രം തുടങ്ങിയ മാലിന്യങ്ങൾ പ്രത്യേകം സജ്ജീകരണങ്ങളിലൂടെ നീക്കം ചെയ്ത് സംഭരിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് പ്രധാനമായും സ്ലറി ഉപയോഗപ്പെടുത്തുന്നു. പശുക്കൾക്കുള്ള തീറ്റയ്ക്കായി 1/2 ഏക്കറോളം പുൽകൃഷി ചെയ്തിട്ടുള്ളതിനാൽ നല്ലൊരളവിൽ ഈ ആവശ്യത്തിനായിട്ടാണ് സ്ലറി ഉപയോഗിക്കുന്നത്. വില കുറഞ്ഞതും ഗുണമേന്മ കൂടിയതുമായ കാലിത്തീറ്റ ഒക്കൽ നിന്നും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പോഷക ഗുണമുള്ള തീറ്റയ്ക്കായി അസോളയും നല്ല രീതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു.
ഗുണമേന്മയുള്ള കാലിത്തീറ്റയ്ക്കായി ആവിഷ്കരിക്കപ്പെട്ട നൂതന മാർഗമായ ഹൈഡ്രോഫോണിക്സ് ഫോഡർ കൃഷിയിൽ ചെറിയൊരു മാറ്റം വരുത്തി ഒരു ഓപ്പൺ ഫോഡർ കൃഷിരീതി പോൾ മാത്യു ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ഹൈഡ്രോഫോണിക്സ് മെഷീനു പകരം ഇവിടെ പോളി ഹൗസാണ് കൃഷിയിടം. ഫോഡർ കൃഷിരീതിയെപ്പറ്റി പോൾ മാത്യുവിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഹൈഡ്രോഫോണിക്സ് ഫോഡർ യൂണിറ്റ് കൃഷിരീതിയാണ് ഈ കാണുന്നത്. ഈ രീതി അവലംബിക്കുന്നതുകൊണ്ട് നമുക്ക് പശുക്കൾക്കുള്ള ഫീഡ് കോസ്റ്റ് വളരെ കുറച്ച് നമുക്ക് പശുക്കുളത്തിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ചോളം മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് പശുക്കൾക്ക് കൊടുക്കുന്ന രീതിയാണ് മിക്കവരും അവലംബിച്ച് വരുന്നത്. എന്നാൽ ആ ചോളം മുളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പൊടിപ്പിച്ച് കൊടുക്കുന്നതും മുളപ്പിച്ച് കൊടുക്കുന്നതായിട്ടും 7% പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. മാത്രമല്ല ഇത് കൊടുക്കുന്നതുകൊണ്ട് പശുക്കൾക്ക് പാലുൽപാദനം കൂടുകയും ഒരു 10 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് ഈ ഫോഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 11.5-12 ലിറ്റർ പാൽ കിട്ടും. ആ കിട്ടുന്ന പാലിന് കൊഴുപ്പ് കൂടുതലുണ്ടാവും, പശുക്കൾക്ക് ആരോഗ്യം ഉണ്ടാവും. കൂടാതെ കറവ പീരീഡ് നീണ്ടു കിട്ടുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ക്ഷീരകർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കറവ പശുക്കൾക്ക് ചെന പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. എന്നാൽ ഈ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേരളത്തിൽ തന്നെ പല ഫാമുകളിലും കവേർഡ് ടൈപ്പ്, അതായത് അകത്ത് AC യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന ഫാമുകളുണ്ട്. പക്ഷേ ആ യൂണിറ്റും ഈ ഓപ്പൺ ടൈപ്പും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ആ യൂണിറ്റിന് നമുക്ക് വില ഭാഗം തന്നെ ഉദ്ദേശം 12-15 ലക്ഷത്തിനും ഇടയ്ക്ക് വില വരുന്നതാണ്. കൂടാതെ ഒരു മാസം 12-15,000 വരെ കറണ്ട് ചാർജ് വരുന്നതായിരിക്കും. എന്നാൽ ഈ യൂണിറ്റിന് ആവറേജ് ഒരു ദിവസം 1 യൂണിറ്റ് കറണ്ട് മാത്രമേ ചിലവാകുന്നുള്ളൂ. മാത്രമല്ല ഇനി കറണ്ട് സപ്ലൈ പോയാൽ പോലും നമ്മൾക്കൊരു കപ്പെടുത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ തന്നെ ഇതെല്ലാം മോശമാകാതെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു. കേരളത്തിലെ നമ്മളുടെ കാലാവസ്ഥക്കനുസരിച്ച് ഈ ഓപ്പൺ ടൈപ്പ് ആണ് വിജയകരവും ചിലവ് കുറഞ്ഞ രീതി. ഏതാണ്ട് കവേർഡ് ടൈപ്പിനെ അപേക്ഷിച്ച് ഒരു 4/1 മാത്രമേ ഈ യൂണിറ്റിന് ചിലവ് വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചോളം വിത്താണ്. ആ ചോളം വിത്ത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചോളം വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്നെടുത്ത് നമ്മൾ ഒരു ദിവസം ചാക്കിൽ കെട്ടി വയ്ക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ട്രേയിലേക്ക് വെറുതെ നിരത്തി വെച്ച് കൊടുക്കുന്നത്. നിരത്തി വെച്ച് കൊടുക്കുന്ന ട്രേക്ക് ഓരോ ട്രേയുടെ മുകളിലായിട്ട് സ്പ്രിങ്ക്ലറുണ്ട്. അത് 2 മണിക്കൂർ ഇടവിട്ട് 1/2 മിനിറ്റ് വീതം പ്രവർത്തിക്കുന്നു. ഈ ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്നതാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ഇത് 3-ാം ദിവസമായതാണ്. ഇത് 4-ാം ദിവസം, ഇത് 5-ാം ദിവസം, ഇത് 6-ാം ദിവസം. ഇത് നാളെ എടുത്ത് പശുവിനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഓരോ ദിവസം 16 ട്രേ ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ കിട്ടുന്നത്. ആ 16 ട്രേ എടുക്കുന്ന സമയത്ത് തന്നെ വീണ്ടും പുതിയതായിട്ട് 16 ട്രേ ഇതിൽ ചോളം ലോഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. നമ്മൾ 1 കിലോ ചോളം 18 രൂപയ്ക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന ചോളം ഈ ട്രേയിൽ നിരത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 90% വരെ മുളയ്ക്കുന്ന വിത്താണെങ്കിൽ നമ്മൾക്കത് മുളച്ച് കഴിഞ്ഞാൽ 6-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഒരു 7.5-8 കിലോളം ഫോഡറിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവറേജ് 1 കിലോ ഫോഡറിന് 2.5 രൂപയെ ചിലവ് വരുന്നുള്ളൂ. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന ഫീഡിന് ആവറേജ് ഇപ്പോൾ 21 രൂപ വരെ ആയിക്കഴിഞ്ഞു. കാലിത്തീറ്റയുടെ ചിലവ് ഏതാണ്ട് 4-1 കുറയ്ക്കാം എന്നുള്ളതാണ് ഈ യൂണിറ്റ് വയ്ക്കുന്നതുകൊണ്ട് കർഷകന് കിട്ടുന്ന ഗുണം. വിളവെടുപ്പ് കഴിഞ്ഞുള്ള കൈതച്ചക്ക ചെടിയുടെ വേസ്റ്റ് സംഭരിച്ച് ചെറു കഷ്ണങ്ങളാക്കിയും പശുക്കൾക്ക് തീറ്റയായി നൽകുന്നുണ്ട്. ഇടനിലക്കാർ മുഖേന സമീപ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇത് ശേഖരിക്കുന്നത്. ഒരു ലോഡിന് 2500 രൂപ. 15 മാസത്തിൽ ഒരു പ്രസവം എന്ന രീതിയിലാണ് ഓരോ പശുവിനും ക്രമീകരണം ചെയ്തിരിക്കുന്നത്.
കിടാരികളെ പ്രത്യേകം തൊഴുത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. ഇതെൻ്റെ തൊഴുത്തിൽ തന്നെ കിടാക്കളാണ്. തൊഴുത്തിൽ നിന്ന് അതിൻ്റെ പാലുകുടിയെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റി കെട്ടും. അങ്ങനെ കെട്ടാൻ കാരണം തൊഴുത്തിലേക്കുന്ന കറവ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ അല്ല ഈ കിടാരികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി കെട്ടുന്നത്. ഇവിടെ നിന്ന് ചെനയായി 6-7 മാസം ചെനയായി കഴിഞ്ഞാൽ വീണ്ടും തൊഴുത്തിലേക്ക് കൊണ്ടുപോകും. വിപണന രംഗം കൈകാര്യം ചെയ്യുന്നത് മകൻ ജെറിൻ പോളാണ്. പാൽ പാക്ക് ചെയ്യുന്നതിനാവശ്യമായ സജ്ജീകരണവും ഇവിടെയുണ്ട്. 1 ലിറ്റർ 1/2 ലിറ്റർ കവറുകളിൽ ഫ്രഷ് മിൽക്ക് വീട്ടുപടിക്കൽ എത്തിക്കപ്പെടുന്നു. ലിറ്ററിന് ഇപ്പോൾ 44 രൂപ. പാഴായി ഇവിടെ ഒന്നുമില്ല. സ്വന്തം ആവശ്യം കഴിഞ്ഞുള്ള സ്ലറി മറ്റു കൃഷിക്കാർക്ക് ആവശ്യാനുസരണം ലിറ്ററിന് 1 രൂപ നിരക്കിൽ കൃഷിയിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. 2000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കുകളിലാണ് സ്ലറി കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നത്. ഇറക്കുകൂലി കൊടുക്കുകയും വേണ്ട. പ്രധാനമായും ജാതി കൃഷിക്കാർക്കാണ് സ്ലറിയുടെ ആവശ്യം. ഈ കാണുന്ന എൻ്റെ ഗോമൂത്ര ടാങ്കാണ്. തൊഴുത്തിലേക്കുന്ന പശുക്കളെല്ലാം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇട്ടിരിക്കുന്ന പൈപ്പ് വഴി മൂത്രമെല്ലാം ഈ ടാങ്കിൽ വന്ന് ശേഖരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞങ്ങൾ സ്ലറി പമ്പ് വെച്ച് ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റുന്ന 2000 ലിറ്റർ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് നിറച്ച ശേഷം അത് ഒരു ഉദ്ദേശം ഒരു 500 ലിറ്റർ ബയോഗ്യാസ് സ്ലറിയും കൂടി പമ്പ് ചെയ്ത് അങ്ങനെ 2000 ലിറ്റർ നിറച്ച് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുക്കൽ 2 ലെങ്ത് ഓസ് ഉണ്ടാകും. അതായത് വണ്ടി കിടക്കുന്നിടത്തു നിന്ന് ഉദ്ദേശം 200 അടി ദൂരെ നിൽക്കുന്ന ചെടികൾക്ക് വരെ ഇത് നേരിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കർഷകർക്ക് മറ്റ് കൂലിച്ചെലവുകളൊന്നും തന്നെ ഇല്ലെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ അതേ പവർ തന്നെയാണ് ഈ ജൈവവളമാണെങ്കിലും ഈ ഗോമൂത്രത്തിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്നത്. കൂടുതലായിട്ടും മുളന്തുരുത്തി ഏരിയയിലെല്ലാം ഉള്ള ജാതി കർഷകരാണ് ഇതാദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. അവരെല്ലാം സ്ഥിരമായിട്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്ററിന് 1 രൂപയാണ് ഞങ്ങളിപ്പോൾ ചാർജ് ചെയ്യുന്നത്. യൂണിറ്റ് 1-ന് 750 രൂപ നിരക്കിൽ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ വീടുകളിൽ സ്ഥാപിച്ചു കൊടുക്കാൻ പോൾ മാത്യു ആവശ്യക്കാരെ കാക്കുന്നു. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് കിച്ചൺ വേസ്റ്റാണ് ഇടുന്നത്. പക്ഷേ കിച്ചൺ വേസ്റ്റ് ഇടുമ്പോഴത് വെള്ളമുള്ള അംശം ഇത് പച്ചക്കറികളായ വെള്ളരിക്ക, കുമ്പളങ്ങ ഇവയെല്ലാം ഇടുന്ന സമയത്ത് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനാവശ്യമുള്ള വെള്ളം ആ വെള്ളരിക്കയിൽ നിന്നും കുമ്പളങ്ങയിൽ നിന്നും തന്നെ ഊർന്ന് കിട്ടിക്കോളും. പിന്നെ നേരൊരു നനവ് ഇതിന് നിലനിർത്തണമെന്നുള്ളതാണ്. ആ നനവ് കൂടാൻ പാടില്ല. കൂടിയാൽ പുഴു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്കിടുന്ന വേസ്റ്റെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. താഴെ അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന കരിയിലേക്ക് വാരിയിടാം. പക്ഷേ വാരിയിടുന്ന സമയത്ത് അതിൽ ഉറുമ്പ് കയറിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് എടുത്തിടാനായിട്ട്. ഉറുമ്പ്, പല്ലി, പഴുതാര ഇതെല്ലാം ഈ മണ്ണിരയുടെ മുഖ്യ ശത്രുക്കളാണ്. അവ എവിടെയുണ്ടെങ്കിലും ഇതിനകത്ത് കയറാനായിട്ട് ശ്രമിക്കും. അതിനു വേണ്ടിയാണ്, അവ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടാങ്കിൻ്റെ അടിയിൽ ഒരു ട്രേയും അതിന് മേളിൽ ഇഷ്ടിക കട്ടകളും വെച്ചിട്ട് അതിന് മേളിലാണ് ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ വലിയ ടാങ്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയിലിട്ട് ദ്രവിച്ചു പോകുന്ന അല്ലെങ്കിൽ അഴുകിപ്പോകുന്ന എന്ത് സാധനം വേണമെങ്കിലും നമ്മൾക്ക് ഈ ഭരണിയിൽ ഇടാവുന്നതാണ്. കോഴി വേസ്റ്റ്, കോഴിയുടെ തൂവൽ ഉൾപ്പെടെ ഇതിലിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളുടെ മുടി ഇതെല്ലാം ഇട്ടാലും ഇതെല്ലാം ഭക്ഷിച്ച് ഇത് വളമാക്കി നമുക്ക് തരും. പിന്നെ ഇതിലിടുമ്പോൾ സൂക്ഷിക്കേണ്ടത് പച്ചില നേരെ വെട്ടി ഇതിലിടരുത്. ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ ആവിപ്പ് വന്ന് ഈ മണ്ണിരകളെല്ലാം ചത്തുപോകാനായിട്ട് സാധിക്കും. മണ്ണിരയ്ക്ക് ഒരു 20-25 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അതിന് സുഖമായ ജീവിക്കാൻ വേണ്ട ടെമ്പറേച്ചർ. അതിൽ കൂടിയാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പിന്നെ വാഴയുടെ ഏത് അംശം വേണമെങ്കിലും നമ്മൾക്ക് പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ വാട്ടർ സെൽസ് ഉള്ളതുകൊണ്ട് ഇതിന് ആവി പഠിക്കുകയില്ല. പിന്നെ വാഴയുടെ എന്താംശവും മണ്ണിരയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമാണ്.
ഇതിലുപയോഗിക്കുന്നത് യൂഡ്ലസ് വിജയനി എന്ന ആ ചെറിയ ഇനം മണ്ണിരയാണ്. അതാണിപ്പോൾ എല്ലാവരും തന്നെ മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണിര. ഇതിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് ഒരു 40-45 ദിവസത്തിനുള്ളിൽ നമുക്കിതുപോലെ തേയില പൊടി പോലെ മണ്ണിര കമ്പോസ്റ്റായി കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ നെറ്റിലിട്ട് അരിച്ച് എടുക്കാം. അത് ദഹിക്കാത്തതെല്ലാം വീണ്ടും ഈ ടാങ്കിലേക്ക് തന്നെ നിക്ഷേപിക്കാവുന്നതാണ്. ഇത് അറിഞ്ഞു വരുന്ന ആവശ്യക്കാർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ട് 750 റുപ്യയ്ക്ക് ഞാൻ ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞുള്ള ചാണകം ഉണക്കിപ്പൊടിച്ച് ചാക്കുകളിലാക്കി വിൽക്കുന്നു. ചാക്കൊന്നിന് 300 രൂപ ഇപ്പോൾ ഈടാക്കും. ഇടപ്പള്ളി ബ്ലോക്കിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകനുള്ള അവാർഡ് ക്ഷീരവകുപ്പ് പോൾ മാത്യുവിന് നൽകി ആദരിക്കുകയുണ്ടായി. ഏറ്റവും നല്ല സമ്മിശ്ര കൃഷിക്കുള്ള ജില്ലാതല അവാർഡ് 2015 മൃഗസംരക്ഷണ വകുപ്പ് പോൾ മാത്യുവിനാണ് നൽകിയിട്ടുള്ളത്. ഗാർഹിക കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിക്കായി സോളാർ പാനലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പോൾ മാത്യു കുടുംബജീവിതം പശു വളർത്തലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡയറി ഫാമിന്റെ മുകളിലായി പോളി ഷീറ്റിട്ട് ചുവടെ പാഷൻ ഫ്രൂട്ട് കൃഷിയും തുടങ്ങിക്കഴിഞ്ഞു. നല്ല ആദായകരമാണല്ലോ പാഷൻ ഫ്രൂട്ട്. തെങ്ങ്, വാഴ, കുറ്റിക്കുരുമുളക്, ലക്ഷ്മി തരു ഒക്കെ ഈ പറമ്പിലുണ്ട്. കൂടെ കമനീയമായി സജ്ജീകരിച്ചിരിക്കുന്ന ഓർക്കിഡ് ഗാർഡൻ. ശുദ്ധജല വളർത്തു മത്സ്യങ്ങൾ ഈ വിശാലമായ കുളങ്ങളിൽ തുടിക്കുന്നു. ആസാം വാളയും തിലോപ്പിയയുമാണ് ഇപ്പോൾ വളർത്തിയിരിക്കുന്നത്. അക്വാഫോണിക്സ് രീതിയിലും മത്സ്യകൃഷിയും പയറ് കൃഷിയുമുണ്ട്. ഉല്ലസിച്ചുലാവുന്ന കോഴികൾ, കരിങ്കോഴി, ഗിനിക്കോഴി, ഗൃഹലക്ഷ്മി കോഴി, ആരെയും ആകർഷിക്കുന്നു ഈ ചൂളം വിളിക്കുന്ന സുന്ദരക്കുട്ടന്മാർ. ആഹാരം കണ്ടപ്പോൾ ഈ ഗിനിപ്പന്നികളുടെ ആവേശം കണ്ടില്ലേ? പ്രകൃതി കനിഞ്ഞു നൽകിയ ഓമനത്വവും വശ്യതയുമുള്ള ചകിതനേത്രരായ മുയലുകൾ. ഉരുട്ടുവണ്ടിയിൽ പുല്ല് വരുന്നത് കണ്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആട്ടിൻകൂട്ടത്തെ കണ്ടില്ലേ? ആട്ടിൻകുട്ടികളുമുണ്ട്. മലബാറി, സിരോഹി എന്നിങ്ങനെ വിവിധ ഇനം ആടുകൾ. ആർക്കാണ് ഒന്ന് തൊട്ട് തലോടാൻ തോന്നാത്തത്? പോൾ മാത്യുവിന്റെ ചെറുമകൻ അർവിന്റെ കളിക്കൂട്ടുകാരാണ് ആടുകളും മറ്റും. തത്തിക്കളിച്ചും കൊത്തിക്കുറിച്ചും മനം കവർന്നു വിലസുന്ന പ്രാവുകൾ കുറുകിക്കുറുകി. 10,000 മുതൽ 15,000 രൂപ വരെ വിലയുണ്ട് മുടിന ഇനം പ്രാവുകൾക്ക്. ഹിപ്പി, ചൈനീസ് ഔൾ, നൺസ്, ഗോൾഡ് 9 ഇനം പ്രാവുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതാ ലവ് ബേർഡ്സ് വർണ്ണസഞ്ചയം.
ഈ കിളിക്കൊഞ്ചലിൽ ഉതിരുന്ന പാദസരക്കിലുക്കം ഗതകാല മധുര സ്മരണകളെ പോൾ മാത്യുവിൻ്റെ ഹൈഡ്രോഫോണിക്സ് മുളകളെപ്പോലെ കുളിരണിയിച്ചുണർത്തുന്നുവോ? പനിക്കൂർക്കയില, തുളസി, തെന ഇവയാണ് പ്രധാന ഭക്ഷണം. 6 മാസം കൊണ്ട് 3 ഇരട്ടിയാവും ലവ് ബേഡുകൾ. മനസ്സിനെ മടക്കി വിളിക്കൂ. പൂരവെടിക്കെട്ടിലെ ആകാശവർണ്ണം പൊലിമ തെളിനീർ പൊയ്കയിൽ പ്രതിഫലിക്കും പോലെ രൂപവർണ്ണ വൈവിധ്യ വിസ്മയം ജനിപ്പിക്കുന്ന ഈ അലങ്കാര മത്സ്യങ്ങളുടെ അരികിലേക്ക് വരിക. എത്രയെത്ര ഇനങ്ങൾ, എത്ര കലാചാതുരിയോടെ സംരക്ഷിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. എന്തിലും ഏതിലും ഒരു പോൾ മാത്യു രീതി. തൊഴുത്തിലാകട്ടെ, പറമ്പിലാകട്ടെ, മത്സ്യകൃഷിയിടത്തിലാകട്ടെ, ആട്ടിൻപുരയിലാകട്ടെ, പക്ഷിക്കൂട്ടിലാകട്ടെ, പൂന്തോട്ടത്തിലാകട്ടെ, എന്തിലും ഏതിലും എവിടെയും ഒരു പോൾ മാത്യു ടച്ച്. അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരന് അസുഖത്തിനായി വരുന്ന ഈ കാലത്ത് അവനവൻ ആചരിപ്പത് അപരന് സുഖത്തിനായി വരേണമേ എന്നാവാം പോൾ മാത്യു കുടുംബത്തിൻ്റെ വ്രതം. സഹജീവികൾക്കും സഹജീവജാലങ്ങൾക്കും പ്രകൃതിയുടെ മുലപ്പാൽ നമുക്കും നുണയാം. കൂടുതൽ വിവരങ്ങൾക്ക് പോൾ മാത്യു. ഫോൺ 9846342787.